ഹലോ ഗായ്സ്, അപ്പോൾ ഇതേ രാവിലെ ഞാൻ എൻ്റെ കിച്ചൺ ഗാർഡനിലോട്ട് ഇറങ്ങിയതാണ്. എൻ്റെ തോട്ടമൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണമായിരുന്നു. അപ്പോൾ എന്തായാലും കുഞ്ഞ് ഉറങ്ങിയ സമയത്താണ് എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെയും കൂടെ എന്തായാലും എൻ്റെ ഗാർഡനൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് എൻ്റെ ഗാർഡനിലെ തോട്ടങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. ഇത് വഴുതനങ്ങയാണ്. ഇത് നമുക്ക് എല്ലാം കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്, ഒട്ടുമിക്ക വഴുതനങ്ങയും പിന്നെ കുറച്ച് ക്യാബേജും ഒക്കെ. ഇത് പച്ച വഴുതനങ്ങയാണ്, നല്ല നീളത്തിലുണ്ടാവുന്നതാണ്. ഇതുവഴി ഉണ്ടായിട്ടില്ല, നമ്മൾ വെച്ചിട്ട് അധികം ആയിട്ടില്ല, വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ പച്ച തക്കാളിയാണ്. ഇത് നമുക്ക് കണ്ടാലേ അറിയാം ഇത് പച്ച തക്കാളി ആവുള്ളൂ, ആ ഒരു വലുപ്പമേ വെക്കുകയുള്ളൂ. അത് പിന്നെ പഴുക്കും, അത്രയൊക്കെ ഉള്ളൂ. ഇത് ഞാൻ രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അരിയിട്ട് നമ്മൾ കിളുത്തതായതുകൊണ്ട് തക്കാളി എനിക്ക് ഇഷ്ടം പോലുണ്ട്. 2 ടൈപ്പ് തക്കാളിയും എനിക്ക് അവൈലബിൾ ആണ് ഇപ്പം. ഒരു സൈഡിൽ മുളക് ഞാൻ വെച്ചു, ഒരു സൈഡിൽ തക്കാളി വെച്ചു. ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നടക്കുമ്പോൾ ഇങ്ങനെ 2 സൈഡിൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ കായൊക്കെ ആയിട്ട് നിൽക്കുന്നത്, അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ഞാൻ വെച്ചതാണ്. ഇതൊക്കെ ഇപ്പോൾ പൂത്ത് വരുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ മണ്ട ഇങ്ങനെ ഒരു കുരുടി പോലെ വരുന്നുണ്ട്. അതിന് നമ്മൾ ചെറിയ ടിപ്സൊക്കെ കൊടുക്കുന്നുണ്ട്. നോക്കാം എത്രത്തോളം വർക്കിംഗ് ആവുമെന്ന്. ഇത് നമ്മുടെ അല്ല കേട്ടോ, ഇത് അപ്പുറത്തെ വീട്ടിലെയാണ്. അത് അവിടെ ഉണ്ടാകത്തില്ല. അത് എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ, അതായത് എൻ്റെ തോട്ടത്തിലോട്ട് ഇങ്ങനെ സൈഡിലോട്ട് ചാഞ്ഞ് കിടക്കും. എന്നിട്ട് അതിൽ നിറയെ പൂവുണ്ടാവും. അങ്ങനെയാണത് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് അമരപ്പയറാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ വെറുതെ അമരപ്പയർ മേടിച്ചപ്പം അതിൽ ഏറ്റവും മുറ്റിയത് നോക്കി ഒരെണ്ണം എടുത്ത് അങ്ങനെ അരിയിട്ട് കിളിപ്പിച്ചാണ്. എന്തായാലും ഇതിപ്പോൾ പൂത്ത് കായൊക്കെ ആയി വീണിട്ടുണ്ട് അമരപ്പയർ. അധികം കഴിക്കില്ല, പക്ഷെ നമ്മൾ സാമ്പാറിനൊക്കെ മാത്രം ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഉണ്ടമുളകും വെണ്ടയ്ക്കയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും വലിയ നമ്മുടെ പച്ചക്കറി കിട്ടുന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയ തക്കാളി ഉണ്ടല്ലോ, അതാണിത്. ഇതിൻ്റെ ഇലയ്ക്കും ഒരു വെറൈറ്റി ടൈപ്പാണ്. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഇല തോന്നത്തില്ലേ, ദൂരെ നോക്കുമ്പം നമ്മൾ വിചാരിക്കും ഉരുളക്കിഴങ്ങായിരിക്കുമെന്ന്, പക്ഷെ അതിൻ്റെ ഒരു ഇല ടൈപ്പാണ് ഈ ഒരു തക്കാളിക്ക്. ഏതെങ്കിലും വെറൈറ്റി ആയിരിക്കും, നമുക്കറിയില്ലല്ലോ. എന്തായാലും ഇതിപ്പോൾ കായൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. തക്കാളി വീണിട്ടുണ്ട്, ഇതിൽ നിറയെ പൂവായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, അവിടെ ഇവിടെയും 3-4 എണ്ണമൊക്കെ തക്കാളി ആയി കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇതിനും അത്യാവശ്യം പൊക്കം വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഒരു ചാനലിൽ ഈ ആപ്പിൾ തക്കാളിയൊക്കെ കണ്ടായിരുന്നു, എനിക്ക് അതാണോന്നും അറിയില്ല. ഇത് ക്യാബേജാണ്. കോളിഫ്ലവർ ആരും നമുക്ക് കൂടുതലും ഉണ്ടാവുന്നത്, ക്യാബേജ് ഒരു കുഞ്ഞിതേ കിട്ടുള്ളൂ. എന്തായാലും അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അതിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. എന്താവും അറിയില്ല. ഇത് നമ്മുടെ വെണ്ടയ്ക്ക, നാടൻ വെണ്ടയാണ്. അത്യാവശ്യം വലിപ്പവും വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇത്ര നീളം ഉണ്ടെങ്കിലും പിഞ്ച് ടൈപ്പായി, അത്രയേ ഉള്ളൂ. ഇത് കണ്ടില്ല, ഇതും തക്കാളിയാണ്. ഇത് സെക്കൻഡ് ട്രിപ്പ് ഞാൻ വെച്ച തക്കാളിയാണ്. ഇതിപ്പോൾ പൂത്ത് തുടങ്ങിയതേ ഉള്ളൂ. ഇതും ഇലയ്ക്കൊരു ടൈപ്പ് വെറൈറ്റിയാണ്. ഇല വേറൊരു ടൈപ്പാണിത്. എല്ലാവരും കാണുമ്പോൾ പറയാം നമുക്കൊരു വേറെ വേറെ വെറൈറ്റി ഇലകളാണ്. ചിലതിന് നല്ല നീളമുണ്ട്, ചിലതിനാണെങ്കിൽ ഇങ്ങനൊരു കുരുട്ട് പിടിച്ച ഇല പോലെ തോന്നും, പക്ഷേ അത് അങ്ങനെ തന്നെയാണ്. കുറച്ച് ഡാർക്ക് കളറാണ്. ഇതിനിപ്പോൾ എന്ന് വെച്ചാൽ ഇലയ്ക്കൊക്കെ ഭയങ്കര നീളമുണ്ട്. അത് തണ്ടിനിങ്ങനെ നീണ്ടാണ് ഇല ഉണ്ടാകുന്നത്. പിന്നെ ഈ സൈഡിൽ നമ്മൾ നിറയെ പച്ചമുളകുകളാണ് നിൽക്കുന്നതൊക്കെ. ഇത് പിന്നെ ഒരു ചോളമാണ്. ഇത് നമ്മൾ വെറുതെ ഒരു അരിയിട്ട് നോക്കിയതാണ്, ചോളം മേടിച്ചപ്പോൾ അങ്ങനെ അത് ഉണ്ടാവുമെന്നറിയില്ല. ഇതൊക്കെ നമ്മുടെ പർപ്പിൾ കളർ വഴുതനങ്ങയാണ്. ഇത് നമുക്കുണ്ടായിട്ടുണ്ട് പർപ്പിൾ കളർ വഴുതനങ്ങ. അതിൻ്റെ തന്നെ അരിയിട്ട് ഞാൻ കിളിപ്പിച്ചെടുത്ത്. ഇത് ചുവപ്പ് കളറിലെ വെണ്ടയ്ക്ക ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ കിളുത്ത് വരുന്നതേ ഉള്ളൂ, ഉണ്ടാവുമെന്നറിയില്ല. ഇത് മത്തന്, ഓറഞ്ച് കളറിലെ മത്തങ്ങയാണ് ഉണ്ടാവുന്നത്. ഇതും നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ തന്നെ അരിയിട്ട് ഞാൻ കിളിപ്പിച്ചെടുത്തതാണ്. പിന്നെ ഇതേ കൂട്ടത്തിൽ ഒരാളൂടെ വന്ന് ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, പുളി, നിറയെ പുളി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുളി പിടിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. അത്യാവശ്യം മേലോട്ടെല്ലാം നിറയെ പുളി ഉണ്ടായിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ പിച്ചി നമുക്ക് ഉണക്കും, കുറേ അച്ചാറിടും. പിന്നെ ഒരുപാട് കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മീൻകറിയൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ അതിനും ഇടാറുണ്ട്. ഇത് വഴുതനങ്ങ അല്ലല്ലോ, ഇതെന്ത് സാധനം? നമ്മുടെ മധുരക്കിഴങ്ങുണ്ടല്ലോ, ഇതിൻ്റെ ഇല കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് വഴുതനങ്ങ അതിനകത്ത് ഇടയ്ക്ക് നിൽപ്പുണ്ടാവും.
ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനകത്ത് കണ്ടോ ഈ ഉരുളക്കിഴങ്ങ്, ഇത് ഞാൻ നോക്കാറേ ഇല്ല സത്യം പറഞ്ഞാൽ. കാരണം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് അത് എന്നോട് ചോദിക്കാതെ തനിയെ അത് കിളുത്ത് വന്നതാണ്. പിന്നെ ഇതിലതെല്ലാം ഞാൻ ഈ പയർ കിളുത്തത് ബാക്കി വന്നത് ഞാൻ ഇതിലങ്ങ് പടത്തി വിട്ടിട്ടുണ്ട്. ഇതങ്ങ് മേളിൽ കയറി പോവുക. അതൊരു പേരയാണ്, ആ പേരയുടെ മേള് വരെ ഉണ്ട്. അത് ഉണ്ട്. ഇതാണ് നമ്മുടെ വയലറ്റ് കളറുള്ള വഴുതനങ്ങ. ഇതിൽ ഞാൻ ഒരു ട്രിപ്പ് പിച്ചിയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത്. മെഴുക്കോട്ടയൊക്കെ സൂപ്പറാണ്. പിന്നെ അടുത്തത് ഇത് നമ്മുടെ പടവലങ്ങയാണ്. എപ്പോഴും പടവലങ്ങ വെക്കുമ്പോൾ നിറയെ പുഴുവാണ്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒരു ഹൈബ്രിഡ് പടവലങ്ങയുടെ തൈയാണ് മേടിച്ചത്. പാവലും അത് രണ്ടും ഒരുമിച്ച് നട്ടതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊരു വെണ്ടയ്ക്ക കയറി വരുന്നു. അത് എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് നമ്മുടെ കുക്കുംബറാണ്. കുക്കുംബർ നാലെണ്ണേ ഞാൻ വെച്ചിട്ടുള്ളൂ, പോയാലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഓക്കെ ആയിട്ടുണ്ട്, ഫ്ലവറൊക്കെ ആയി വന്ന്. അത്യാവശ്യം ഫ്ലവർ കായ് വീണിട്ടില്ല, ഇപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. 2 തൈ ഞാൻ വെച്ചിട്ടുണ്ട്, അതും പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ വെച്ചതാണ്. എന്തുവാണ് ഇത്, യെല്ലോ മെൽ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ടല്ലോ, നമ്മൾ വെള്ളരിക്ക കണക്ക് തന്നെ ഇരിക്കും, അതിൻ്റെ അരിയിട്ട് കിളിപ്പിച്ചതാണ്. ഇത് പച്ച പയർ, നല്ല തടി ഉള്ള പയറുണ്ടല്ലോ നീളത്തിലുള്ള, അതാണ്. ഇതിപ്പോഴാണിത് പൂത്ത് വരുന്നത്. 2 പയർ ഞാൻ ഒരേപോലെ വെച്ചതാണ്, പക്ഷെ അതിപ്പോഴാണ് പൂത്ത് തുടങ്ങിയത്. ഇത് കണ്ടില്ല, ഇത് നമ്മുടെ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ പയർ. ഇതിപ്പോൾ നമുക്ക് കുറേ വിളവ് കിട്ടിയിട്ടുണ്ട്. ഈ പയർ കണ്ടിന്യൂസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിന് ഇല കുറവാണ്, പക്ഷേ പയർ ഇഷ്ടം പോലെ ഉണ്ടാവും. പൂക്കുന്ന അനുസരിച്ച് നമുക്ക് ഡെയിലി ഒരു 10 പയർ കിട്ടത്തക്ക രീതിയിൽ ഇതിൽ പയർ ഉണ്ടാവുന്നുണ്ട്. അത്യാവശ്യം കണ്ടില്ലേ, ഇതിങ്ങനെ കൂട്ടമായിട്ടുണ്ടാവും, പിന്നെ 3 എണ്ണം വെച്ചുണ്ടാവും, അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചീര. ഈ ചീര ഇത് കണ്ടില്ലേ, ഇത് ഞാൻ 2 സ്റ്റേജായിട്ട് നട്ടു വെച്ചതാണ്. ഇതിപ്പോൾ ആദ്യം ഉണ്ടായത്. ഇനിയിപ്പോൾ നമുക്ക് അത് എടുത്തിട്ട് വേണം നമുക്ക് അടുത്ത് നടാൻ വേണ്ടി. അത് കണ്ട് ഇത് അടുത്ത സ്റ്റേജ്. 2ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എളുപ്പമാണല്ലോ വളർത്തിയെടുക്കാൻ. ഇത് ഉള്ളിയാണ്. ഇതിൽ നമ്മൾ അടുത്തത് പാകിയിട്ടിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേജ് നടണമല്ലോ. ഇതെല്ലാം കുറ്റിപ്പയറുകൾ നമ്മൾ പിന്നെ ഞാൻ നട്ടിരിക്കുന്നതാണ്. ഇത് എന്ത് തരം മുളകാണെന്ന് അറിയില്ല, പക്ഷേ ഇതിൽ നിറയെ ഭയങ്കര വലിയൊരു ഇലയാണ്. ചിലപ്പം വളത്തിൻ്റെ ആണോ എന്നറിയില്ല. എന്തായാലും ഇതിൽ മുളക് പിടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ഞാൻ സാധാരണ മുളക് വെച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലാവസ്ഥ കൊണ്ടായിരിക്കും. എന്തായാലും മുളക് നട്ടപ്പോൾ ഇപ്രാവശ്യം എനിക്ക് കൂടുതലും മുളക് ഉണ്ടായിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇല. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വല്ലോ ഉണ്ടമുളകോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. പക്ഷേ ഉണ്ടായി വരുന്നത് കണ്ടിട്ട് പച്ചമുളകാണെന്ന് തോന്നുന്നു. ഇതാ വേറൊരു പയർ, ഇതും ആ റെഡ് കളർ പയർ തന്നെയാണ്. റെഡല്ല, ഇത് ശരിക്കും കറുപ്പ് കളറാണ് കാണും നമ്മൾ എടുക്കുമ്പോഴേ. ഇത് കണ്ടോ, നമ്മുടെ ഒരു ഓറഞ്ച് ട്രീ ആണ്, ചെറിയ ഓറഞ്ച് ഉണ്ടാകുന്നത്. അകത്തേലോട്ട് പടത്തി വിട്ടിട്ടുണ്ട്. അപ്പുറം പേരയിലും ഉണ്ടല്ലോ, ഒന്നും കാണിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മേലത്തെ പച്ചക്കറി തോട്ടത്തിൻ്റെ വ്യൂ. ഇതാണ്.